ഒരു കാര്യം പറയാം, നിങ്ങൾ വി ഡി സതീശനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം. ആ വീഡിയോ കണ്ടാൽ നല്ലവരായ എല്ലാ സഹോദരങ്ങളും നല്ല അമ്മമാരും ഉറപ്പായിട്ടും കരയും. അത്രയും സങ്കടമേറിയ നമ്മൾ പാവങ്ങളെ, നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് വേണ്ടി വി ഡി സതീശൻ സംസാരിക്കുന്ന നടുക്കുന്ന ഒരു വീഡിയോ ആണ് പൊന്നുമനുഷ്യന്മാരെ. ഇങ്ങേര് മുഖ്യമന്ത്രി ആയി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങേരെങ്ങാനും നിർഭാഗ്യവെച്ചാൽ മുഖ്യമന്ത്രി ആയിട്ടില്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും നഷ്ടമാണ്. നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോ കാണണം. അതിനു മുമ്പ് വീഡിയോ നാലാളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ വീഡിയോ വെച്ചു തരാം. അതിനു മുമ്പ് ഇപ്പോ ഏറ്റവും അവസാനം വി ഡി സതീശൻ ഇട്ട ആ ഫേസ്ബുക്ക് പേജ് നിങ്ങളൊന്ന് കാണണം. അതായത് നീതിമാനായ നിഷ്കളങ്കനായ മനുഷ്യനാണ്. നോക്കൂ നിങ്ങൾ, അതായത് അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഓരോ മലയാളികളും തിരവിലിറങ്ങിയിട്ട്, അതായത് പുറത്തിറങ്ങിയിട്ട് സമരം ചെയ്യുകയാണ്. വി ഡി സതീശൻ വേണം, വി ഡി സതീശൻ വേണം മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ അദ്ദേഹം, നല്ലവനായ അദ്ദേഹം ഇടുന്ന ഒരു പോസ്റ്റ്, നമ്മൾ 102 സീറ്റിനാണ് നേടിയത്. ഞാനത് മുഴുവനായിട്ട് വായിച്ചു തരുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. അതായത് അദ്ദേഹം ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നത്, നല്ലവരായ കോൺഗ്രസ്സുകാരാ, നിങ്ങൾ സമരം ചെയ്യണ്ട. അതായത് കുറേ രോഗികളൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ബ്ലോക്ക് ആവും, അതുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യണ്ട. അതായത് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ സമരവും ഫ്ലക്സ് ഒന്നും വെക്കണ്ട, ദൈവം എന്താണ് നിശ്ചയിക്കുന്നത് അത് തന്നെ വരുമെന്നാണ്. പാവം നോക്കൂ, ഇന്നലെ തൊട്ട്, അതായത് മിഞ്ഞാന്ന് KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ചിലർ സമരം ചെയ്യുമ്പോൾ KC ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വി ഡി സതീശന് ജയ് വിളിക്കുമ്പോൾ വി ഡി സതീശൻ പറയുകയാണ്, വേണ്ട. ആരെങ്കിലും അങ്ങനെ പറയോ? KC അങ്ങനെ പറഞ്ഞോ? ഇല്ല. അപ്പോ ഈ ഒരു മനോഹരമായ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ആദ്യം നിയമസഭയിൽ കൊണ്ടുവരാൻ പോകുന്ന വിഷയം നിങ്ങളുടെ സങ്കടങ്ങളായിരിക്കും. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെ ഒരു ഷെഡിൽ 250 കുടുംബങ്ങൾ കിടക്കുന്നുണ്ട്. കണ്ടെത്തുന്നു നിങ്ങൾ ആരെങ്കിലും പോയി? പാവപ്പെട്ടവന്റെ സങ്കടം എന്ന് പറയുന്നു, എവിടെ പോയി പറയും? നിങ്ങളെ പോലുള്ള മന്ത്രിമാര് ജില്ലയിൽ ഉള്ളതുകൊണ്ടാണ് ആ പാവങ്ങൾ ഇപ്പോഴും സിമന്റ് കൊണ്ടുപോയി കിടക്കുന്നത്. ഞാൻ കൈകൾ കൂപ്പി നിങ്ങളോട് പറയുന്നു, ആ തീരപ്രദേശത്ത് താമസിക്കുന്ന ആ 250 കുടുംബങ്ങളെ നിങ്ങളൊന്ന് പുനരധിവസിപ്പിക്കും. കേരളത്തിലെ പ്രതിപക്ഷം സമരം ചെയ്യുന്ന ആ പാവപ്പെട്ടവരുടെ കൂടെയാണ്. ഇതുപോലെ ഒരു അമ്മ വന്ന് കിടന്നിട്ട് അത് പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാ അപമാനകരമായ കാര്യം. എൻഡോസൾഫാൻ വിഷയം നിർബന്ധമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. ഇവിടെ ആരാണ് ഈ ഇരകളെ ഉണ്ടാക്കിയത്? ഇവിടെ സ്റ്റേറ്റാണ്. സാർ, കണ്ണീരോടെ അല്ലാതെ നമുക്ക് ആർക്കും അവിടെ നിന്ന് മടങ്ങാൻ കഴിയും. സാർ, അടിയന്തരമായി ഒരു മനുഷ്യത്വപരമായ പ്രശ്നമായി ഇതിനകത്ത് ഇടപെട്ട് നീതി നിഷേധിക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കർഷകരുടെ തലയ്ക്കുമീതെ ഇടുക്കി പോലെ പെയ്തിറങ്ങുന്ന ഒരു തീരുമാനം ഈ സംസ്ഥാന ഗവൺമെന്റ് എടുത്തു. 2.5 ലക്ഷം ഹെക്ടർ സ്ഥലമാണ്. കോട്ടയം എരുമേലിയിൽ ബഫർ സോൺ സമരം നടന്ന ഏറ്റിൽവാലി, പമ്പാവാലി എന്നിവിടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. പട്ടയം കിട്ടിയ ഭൂമിയിലെ കരമടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അത് വനഭൂമിയായി. ഇത് തർക്കത്തിന് വേണ്ടി പറയുന്നല്ല, മന്ത്രിസഭ എടുത്ത ആ തീരുമാനം റദ്ദാക്കി ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് വിഷ്വലൈസ് ചെയ്യും. നമ്മുടെ കുടുംബം ജീവിക്കുന്ന ഒരു പ്രദേശത്താണ് ഇതുപോലെ ആനയും കടുവയും കാട്ടുമൃഗങ്ങളും ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുമോ? വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ? ഞാനിത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയമായിട്ടല്ല അവതരിപ്പിക്കുന്നത്, ചങ്ക് പൊട്ടിക്കൊണ്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ആകാശത്ത് നിന്ന് സീറ്റ് കൊണ്ടുവരും? 10,000-കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തുണ്ട്. ഒരു ജില്ലയുടെ മറ്റേ അറ്റത്ത് പോയി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമോ? സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന നായ്ക്കളുടെ ശല്യം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോ പട്ടി കടിച്ച കേസാണോ നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്ന് പരിഹസിച്ച ആളുകളുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പേവിഷബാധയേറ്റ് മരിച്ച റാന്നി പെരുന്നാട് സ്വദേശി അഭിരാമിയുടെ വീട് സന്ദർശിക്കുകയായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും തെരുവ് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണോ സർക്കാർ ചെയ്യുന്നത്? 16 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി പട്ടാപ്പകൽ നടുറോട്ടിൽ വെച്ച് ക്രൂരമായി അധിക്ഷേപിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്ത ഒരു സംഭവം. സർ, ആ വിഷയം, സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച ഒരു വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ ക്യാമ്പയിനുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉമ്മയുടെ കൂടെ കിടന്നിറങ്ങിയ 5ഉം 8ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ചു കൊല്ലുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ പോലീസ് ചരിത്രത്തിൽ പോലീസ് ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് പോലീസിന് ഇരട്ട നീതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച
പോലീസ് ഉദ്യോഗസ്ഥനും KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഒക്കെയാണ് ഫുഡ് സർവീസ് സെന്റർ കൊടുക്കാൻ പോകുന്നത്. ക്രിമിനലുകളും ഹാബിച്വൽ ഒഫൻഡേഴ്സ് ഈ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയാണ്. വീട് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയവർക്ക് ജാമ്യമുള്ള കേസ്, അടി കൊണ്ടവർക്ക് ജാമ്യമില്ലാത്ത കേസ്. ഒരു മാവേലി സ്റ്റോർ UDF-ന്റെ കാലത്ത് പൂട്ടിയിട്ടുണ്ടോ? സംസ്ഥാന വിഷു ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ ഔട്ട്ലെറ്റുകൾ ശൂന്യം. കുടുംബത്തിന്റെ ബജറ്റിലുണ്ടായിരിക്കുന്ന ഈ മാറ്റം ഈ നിയമസഭയിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി പറയും? ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ടും നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. കേരളത്തിൽ ഞങ്ങൾ സിൽവർ ലൈൻ നടപ്പാക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്ത് തെറ്റാണ് കുഞ്ഞു ചെയ്തത്? ആർക്കാണ് SFIക്കാർക്ക് ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് പഴയ വിജയനെയും പേടിയില്ല, പുതിയ വിജയനെയും പേടിയില്ല. നിങ്ങളെയൊന്നും ഭയന്നല്ല ഞങ്ങൾ കഴിയുന്നത്. എന്താ അല്ലേ, ഇങ്ങനെയുള്ള ഇത്രയും നല്ലൊരു നേതാവ് ഇരിക്കുമ്പോൾ എന്തിനാണ് KCയെ മുഖ്യമന്ത്രിയാക്കുന്നത്? ഒരു പണിയുമെടുക്കാതെ ഡൽഹിയിൽ AC റൂമിൽ മിണ്ടാതെ മിണ്ടാപ്രാണിയെ പോലെ ഇരുന്ന KCയെ മുഖ്യമന്ത്രിയാക്കിയാൽ എന്താവും അവസ്ഥ? ഞാനും നിങ്ങളൊക്കെ ഇന്നലകളിൽ KC മുഖ്യമന്ത്രിയാവുന്നൊക്കെ അതൊരു തമാശക്ക് പറയുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചത്. നോക്കു പൊന്നു മനുഷ്യന്മാരെ, നടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരമല്ലേ ഇന്ന് രാവിലെ തൊട്ട് വന്നത്. ജനങ്ങൾ പുറത്തിറങ്ങി സമരം ചെയ്യുകയാണ്. അതായത് KCയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഞങ്ങൾ വിടൂല എന്നാണ് പാവപ്പെട്ട നല്ലവരായ ജനങ്ങൾ പറയുന്നത്. എന്താ അല്ലേ, നീതിമാനായ ഇത്രയും നല്ലൊരു VD സതീശൻ ഇരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് വേറൊരു മുഖ്യമന്ത്രി? ഒരു കാര്യം ഉറപ്പ് പറയാം പൊന്നു മനുഷ്യന്മാരെ, ഉറപ്പായിട്ടും VD സതീശനാണ് മുഖ്യമന്ത്രിയാവുന്നത്. വേറെ സംഗതിയാണ്, കിട്ടുന്ന വിവരം VD സതീശനാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായാൽ തുടർച്ചയായിട്ട് 10 വർഷം ഉറപ്പായിട്ടും കോൺഗ്രസ് ഭരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. നോക്കൂ നിങ്ങൾ, മുഖ്യമന്ത്രി ആരെന്നൊന്നും റെഡി ആയിട്ടില്ല. VD സതീശൻ ഒരു പ്രഖ്യാപനം അങ്ങ് KSRTC പ്രഖ്യാപിക്കുകയാണ്, മുഖ്യമന്ത്രിയാവും. നാളെ തൊട്ട് സ്ത്രീകൾ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിക്കരുത് എന്നാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ 5ഉം ഉടൻ തന്നെ നടപ്പിലാക്കണമെന്നാണ് ഇത്രയും നല്ല നീതിമാനും നിഷ്കളങ്കനുമായ ഈ പറയുന്ന VD സതീശൻ പറഞ്ഞത്. ഇത്ര നല്ല നേതാവ് എവിടെ നിന്ന് കിട്ടും? മലയാളികളെ, ഇത് ഞാനൊരു കാര്യം പറയാം, VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും VD സതീശൻ പിന്നെ ഒരു നോർമലായിട്ടുള്ള MLA ആയിരിക്കും നിയമസഭയിൽ. അടുത്ത 5 വർഷം കോൺഗ്രസ് ഉറപ്പായിട്ടും തോക്കും. പിന്നീട് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കും. VD സതീശൻ ഒരു പക്ഷെ വേണ്ടാന്ന് പറഞ്ഞിട്ട് നോർമലായിട്ട് മിണ്ടാതിരിക്കും. ഇത് കേരളത്തിന് കിട്ടിയൊരു നിധിയാണ്. അദ്ദേഹം അതായത് കുറേ അഴിമതിയൊന്നും നടത്താത്ത നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ളവരെ എന്തായാലും ആക്കുന്നില്ല എന്ന് ചിലർ. അതായത് മുക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം, നീതിമാനായ മനുഷ്യന്മാരെ ആർക്കും വേണ്ട. ഇങ്ങേര് മുഖ്യമന്ത്രിയായാൽ ഉറപ്പായിട്ടും കേരളം രക്ഷപ്പെടും, അതിൽ യാതൊരു തർക്കവുമില്ല. അത് ഉറപ്പുള്ള സംഗതിയാണ്. നോക്കൂ, VD സതീശന്റെ പാതയിലാണ് ഷാഫി പറമ്പിലൊക്കെ വന്നത്. ഷാഫി പറമ്പിൽ, VD സതീശൻ, രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നീതിമാനായവരാണ്. കാരണം അവർ VD സതീശനെ, ഉമ്മൻചാണ്ടി സാറിനെ കണ്ടുവന്നതാണ്. KC ഞാനൊന്നും പറയുന്നില്ല, അദ്ദേഹം കോൺഗ്രസിന്റെ നല്ലൊരു നേതാവാണ്. നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്ന ഒരു നേതാവാണ് KC. ആ KC എന്തിനാണ് കേരളത്തിൽ? ഇവിടെ ഇത്രയും നല്ല നല്ല ഭരണാധികാരികൾ ഇരിക്കുമ്പോൾ KCയുടെ ഒരു ആവശ്യവുമില്ല. VD സതീശൻ തന്നെയാണ് ഇതിന് അർഹനെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.